എന്താടാ ഷിഞ്ചാനെ നമ്മള് ഫുഡ് കഴിക്കാൻ നോക്കിട്ട് ഒരു കട പോലും കിട്ടുന്നില്ലല്ലോ. എന്താ നിർത്ത അവിടെ ഒരു ഹോട്ടലുണ്ട്, നമുക്ക് ഇവിടെ നിർത്താം. ഫുഡ് കഴിക്കാനല്ലേ ആക്കെ അറിയാ. നിർത്തിയിട്ടുണ്ട്, ഇറങ്ങിക്കോ. ഫ്രാങ്കിലേക്കാ ഫുഡ് കഴിക്കാനൊന്നല്ല, ഒരു കാര്യം പറയാനുണ്ട്. ഫ്രാങ്കിലേക്ക് അന്ന് എന്നോട് ചലഞ്ച് വെച്ചില്ലേ, നമ്മളെ വണ്ടി റാമ്പ് ടെസ്റ്റ് ചെയ്തിട്ട് ഈ ബൈക്ക് റാമ്പ് ചാടി വന്നാൽ അത്യാവശ്യം ദൂരം ചാടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാങ്കിലേക്കിന്റെ അസിസ്റ്റന്റ് ആവുന്നു. പക്ഷെ ഇത് അധികം ദൂരം ചാടിയില്ലല്ലോ, അതുകൊണ്ട് ഫ്രാങ്കിലേക്കിന്റെ അസിസ്റ്റന്റ് ആയിക്കോ. ഓ ചെക്കൻ കണ്ടുപിടിച്ച. ഇല്ലടാ, ഞാൻ എന്താ പ്രാന്തല്ല എന്റെ കുട്ടികളിക്ക. ഫ്രാങ്കിലേക്ക് മര്യാദക്ക് അസിസ്റ്റന്റ് ആയിക്കോ, അല്ലെങ്കിൽ ഞാൻ വല്ല പുഴയിൽ പോയി ചാടും. ചതിക്കല്ലടാ, വേണ്ട, ഞാൻ അസിസ്റ്റന്റ് ആയി, എന്റെ അസിസ്റ്റന്റ് ആയി. എന്താ ചെയ്യണ്ടി? എന്നാ ഫ്രാങ്കിലേക്ക് വണ്ടി എടുത്തിട്ട് എവിടേക്കേലും പോകും. എവിടേക്കെന്ന് വെച്ചാ എവിടേക്കാനൊന്നും ഇല്ലേ? എവിടേക്കേലും പോയിക്കോ, ഞാൻ ഇവിടെ പറയാ. നിർത്താൻ പറയുമ്പോ നിർത്തിയാൽ മതി. ഇവിടെ നിർത്തി. നിർത്തിയിട്ടുണ്ട്, ഇറങ്ങ്. എന്താ ചെയ്യണ്ടി പറയ്. നീ എവിടക്കട ഓടിപ്പോന്ന്? അവിടെ നിക്കടാ. ഫ്രാങ്കിലേക്ക് ഞാൻ അവിടെ നിക്കാ. എനിക്ക് ഈ ബൈക്കിന്റെ അടുത്ത് നിക്കാണ്. എനിക്ക് ഇത്തിരി മേനൊക്കെ വേണോ സംഭവം. വേറെ വലിയ വണ്ടി ഉണ്ടല്ലോ, അത് വിളിക്ക്. വലിയ വണ്ടി? മറ്റേ വലിയ വണ്ടിയില് VIP പോണേ. എന്തിനാ എനിക്ക്? VIP ഒന്നല്ലടാ പോ, ഞാൻ എന്റെ അസിസ്റ്റന്റ് ആയിട്ടേന്നുള്ളൂട്ടാ. ഫ്രാങ്കിലേക്ക് മര്യാദ വണ്ടി വിളിച്ചല്ലെങ്കിൽ ഞാൻ ഇവന്റെ ഇയാളെ കൂടെ പോവേ. പോവണ്ട, ഞാൻ വണ്ടി വിളിക്കാൻ. ആർക്കെങ്കിലും വിളിച്ച് ചോദിച്ചോക്കട്ടെ, കിട്ടുമെന്ന് ചോദിച്ചോക്കട്ടെ. എന്നാ ഫ്രാങ്കിലേക്ക് ഞാൻ അവിടെ നിക്കാം. എന്റെ കൂടെ ഞാൻ ഫ്രാങ്കിലേക്കാന്റെ കൂടെ വരാം. അവിടെ ഇവിടെ വന്ന് നിക്ക്, ഞാൻ നോക്കട്ടെ. ആർക്കെങ്കിലും വിളിച്ച് ചോദിച്ചോക്കട്ടെ. റെന്റിന് എടുത്താൽ മതിയില്ലേ? റെന്റിനൊന്നും പറ്റില്ല, സ്വന്തമായിട്ട് എടുക്കണോ? സ്വന്തമായിട്ടാ? നീ അവിടെക്കെ ഇവനെങ്ങനെ ഇട്ട് ശരിയാവില്ലേ? നമുക്ക് എന്തായാലും മൈക്കിളിനെ വിളിച്ചിട്ട് ഒരു വണ്ടി റെന്റിനാണ്ട് ചോദിക്കാം. അല്ലാണ്ട് സ്വന്തമായിട്ട് എടുക്കാനൊന്നും എന്നെ കൊണ്ട് നടക്കൂല. പറഞ്ഞ പോലെ തന്നെ നമ്മള് വണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈക്കിളെ, ഇതിന്റെ റെന്റ് ഞാൻ രാത്രി തരാം. ഇതിപ്പോ സ്വന്തമായിട്ട് എടുത്തെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നും കുഴപ്പമില്ല. ഓക്കെ മൈക്കിൾ, എന്നാ വിട്ടോ, ഞാൻ എന്തായാലും രാത്രി തരാം. രാത്രി പതുക്കെ തന്നാ മതി ചെക്ക്. ഞാൻ വണ്ടി രാത്രി കഴിഞ്ഞിട്ട് കൊടുന്നരാം. ഷിഞ്ചാനെ വാടാ, നമുക്ക് പോവാ. അതൊക്കെ എടുത്ത് നീ വന്ന് വണ്ടി കേറി. എനിക്കല്ലേ VIP പോവേണ്ടി. എനിക്ക് ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ ഫ്രാങ്കിലേക്കാനല്ല ഞാൻ വിളിക്കാം. എടാ ഷിഞ്ചാനെ, നീ ഒന്നും പറയണ്ട ഫ്രാങ്കിലേക്കാ. ആടാ, നീ എന്താ വിളിക്ക്. ഫ്രാങ്കിലേക്കല്ല, നീ എന്നെ ബോസിനെ വിളിക്കണം. ബോസാ? ബോസെങ്കി ബോസ്. ഇവിടെ നിർത്തണം, വണ്ടി ഇവിടെ നിർത്തി. എടാ സോറി ബോസ്, ജിമ്മിൽ എന്താ പണി? അതൊന്നും നീ അറിയണ്ട, നീ വണ്ടി നിർത്തിയാ മതി. എന്നിട്ട് ആ ജിമ്മിന്റെ ഉള്ളിലോട്ട് പോയോ, ഞാനുണ്ട് കൂടെ. ഓക്കെ ബോസ്, ബോസ് കൂടെ വായോ, ഞാൻ ജിമ്മിന്റെ ഉള്ളിൽ പോവാ. അവിടെ നിക്കടാ, ഞാനും വരട്ടെ. ബോസേ വായോ. ബോസേ എന്താക്കണ്ടി? നീ പോയിട്ട് ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ പങ്കെടുക്ക്. ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ ഞാൻ ശരിയാക്കിയാണ്ട് അടിച്ച് ഞാൻ എയറിൽ കയറ്റും, അത്ര ഉള്ളോ. ഫ്രാങ്ക്ലിനെ അടിക്കട വന്നെ, അവന്റെ കാറിനെ പൊട്ടിക്കടാ. നീ അവിടെ ബോസ് അവിടെ നിന്ന് നോക്കിയിരുന്നോ? ഞാൻ തീർത്തണ്ട്, ഇപ്പൊ ശരിയാക്കി എടുത്തന്നെ വന്നെ. ഫ്രാങ്ക്ലിൻ, നീ എന്തായാലും ഞാൻ പറഞ്ഞ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നീ അവസരം മുതലാക്കാണില്ലേ? സോറി ബോസേ, നീ അവസരം മുതലാക്കാണില്ലേ? എന്തൊക്കെയാ നീ പറയണ? നീയാ? സോറി ബോസേ, അവസരം മുതലാക്കാണില്ലേ? ഞാൻ അവസരം മുതലാക്കൂടെ. നീ ഏതായി? ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്കും കൂടി വായോ. വായോ. നീ ഒരു നല്ലൊരു VIP ഹോട്ടലിലോട്ട് വിട്. ഞാൻ അവിടെയാണ് ബാക്കി കളി. അവിടെ എന്താ? അവിടെ ഫുഡ് കഴിക്കണം, വല്ലതും ഞണ്ണണ്ടേ? കുറെ കാലായി ലക്ഷറി ഫുഡൊക്കെ കഴിച്ചിട്ട്. ഇന്ന് പോയിട്ട് ഓർത്ത മുതലാക്കണം. എടാ ഷിഞ്ചാനെ, അല്ലെ ബോസേ, ഇങ്ങനൊന്നും വേണ്ടായിരുന്നു. ഏത് നേരത്താണാവോ ബെറ്റ് വെക്കാൻ തോന്നിയത്. മതി, ഇന്നത്തോടെ കഴിഞ്ഞ് ഇവനായിട്ടുള്ള ബെറ്റിംഗ് ഒക്കെ. ചക്കൻ ഭീഷണിയിൽ നിർത്തിയിരിക്കണ ഇന്നെ, അതാണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത. ബോസേ, ഇപ്പൊ സമാധാനല്ലേ ഫുഡൊക്കെ കഴിച്ചപ്പോ? ഇപ്പൊ സമാധാനായി. ഇത് എന്ത് ഹോട്ടലാടോ? ലക്ഷറി ഹോട്ടല് കണ്ടിട്ട് എന്ത് ഹോട്ടലത്? മര്യാദക്ക് ലിമോസിൻ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോയില്ലല്ലോ. അതിപ്പോ നമ്മള് ലിമോസിനായിട്ട് വരുന്നു ഇവർക്ക് അറിയില്ലല്ലോ. നമ്മളാ? ഞാനെന്താ മാങ്ങാണ്ടി ആയിരിക്കൊക്കെ? നീ എന്റെ അസിസ്റ്റന്റ് ആണ്. ഞാന് എന്തായാലും ആവട്ടെ എന്റെ പൊന്നാര ബോസേ. ഇനി എന്താ ചെയ്യണ്ടേ നെക്സ്റ്റ്? ഈ വണ്ടി മൊത്തം കളറാക്കി എടുക്കണം, മോഡിഫിക്കേഷൻ ചെയ്ത് സെറ്റ് ആക്കണം. എന്റെ ക്യാഷ് മുടിഞ്ഞ തന്നെ. സോറി, ഞാനിപ്പോ നല്ലൊരു ഗ്യാരേജിലോട്ട് വിടാം. എന്നിട്ട് വണ്ടി എന്താ കാട്ടി കൂട്ടിക്കോ, ഒരു പ്രശ്നമല്ല. അങ്ങനെ വഴിക്ക് വായോ, നീ വേഗം വണ്ടി വിടാൻ. ബോസെ, വണ്ടി ഇപ്പൊ കളറാക്കിയപ്പോ സെറ്റ് ആയില്ലേ? വണ്ടിയിലിപ്പോ 10x സ്പീഡ് ബൂസ്റ്റർ കയറ്റിയിട്ടുണ്ട്. പിന്നെ മറ്റേ ഇത് കയറ്റിയിട്ടുണ്ട്, എന്താണ് ഹൈഡ്രോളിക് ഇത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ടയറൊക്കെ മാറ്റിയിട്ടുണ്ട്, കളർ മാത്രമാണ് മാറ്റാത്തത്. അതൊക്കെ മതിയോടെ നമുക്ക് ഇനി വേറെ വണ്ടി എടുക്കണം.
ഇനിയും വണ്ടി വേറെ മാറ്റണ ആ മര്യാദക്ക് മാറ്റിക്കോ. ഗൈസ് നമുക്ക് എന്തായാലും ഇനി നൈറ്റ് കാണാം. ഇപ്പൊ എന്റെ തൊരട്ടികളൊക്കെ ഒന്ന് സഹിക്കട്ടെ. One eternity later. ഓക്കെ ഗൈസ്, ഇവനക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ടേ വേറെ വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഓഫ് റോഡിങ്ങിനെ പറ്റിയ വണ്ടിയാണ്. പിന്നെ എടാ ഷിൻജാനെ മതിയില്ലേ? എടാ ഷിൻജാനെന്നാ എടാ നീ ടൈം നോക്കടാ. നീ എത്ര നേരമാണ് എന്നോട് പറഞ്ഞത്? ഇപ്പൊ പുലർച്ചെ 5 മണിയാടാ, നീ 8 മണി വരെ പറഞ്ഞത്. ഇജ്ജ് ഇത്ര നേരം എന്നെ മുടിപ്പിച്ച്. ഇന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടാ? ആഹാ ടൈം കഴിഞ്ഞ ഫ്രാങ്ക്ലിനൊക്കെ ഈ വണ്ടി നിന്റെയല്ലേ? എടാ കാലത്തെ തനിക്ക് എന്തിനാണ് ഈ വണ്ടി കിട്ടിയിട്ട്? ഒന്നല്ല ഫ്രാങ്ക്ലിനൊക്കെ വെറുതെ രസം. ആടാ മതി എന്റെ കുട്ടികളെയൊക്കെ. അപ്പൊ ഗൈസ് ഇതുള്ള നമ്മളന്നത്തെ വീഡിയോ ഷിൻജാനായിട്ടുള്ളേ ഇനി ഒരു ബെറ്റ് വെക്കൽ ഇനി ഈ പരിപാടിക്ക് ഞാൻ ആക്കുന്നില്ല. ഇതുള്ള നമ്മളന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 200K ആണ് ഗൈസ് സബ്സ്ക്രൈബേഴ്സിന്റെ ടാർഗറ്റ്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.